കൊല്ലം മങ്ങാട് ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ പോലീസ് അതിക്രമമെന്ന് പരാതി. ഉത്സവത്തിനിടെ യുവാക്കളും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. സംഘർഷത്തെ തുടർന്ന് പോലീസ് നടത്തിയ ലാത്തിചാർജിൽ സ്ത്രീകൾ ഉൾപ്പെടെ നിരപരാധികളായവർക്കും പരിക്കേറ്റതായാണ് പരാതി. മാർച്ച് 10-ാം തീയതിയിലാണ് സംഭവം. പോലീസ് ലാത്തി വീശുന്നതിന്റെ ദൃശ്യങ്ങൾ ജനം ടിവിക്ക് ലഭിച്ചു. സംഘർഷത്തിനിടെ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായാണ് പോലീസിന്റെ വിശദീകരണം. കൂടുതൽ വിവരങ്ങളുമായി മനോജ് ചേർന്നുണ്ട്. മനോജ്, എപ്പോഴാണ് ഈ ഒരു സംഭവം നടക്കുന്നത്? വിഷ്ണു, മാർച്ച് 10-ാം തീയതിയിലാണ് ഇത്തരത്തിൽ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഒരു സംഘർഷം ഉണ്ടാകുന്നത്. അതായത് ഈ മങ്ങാട് ചാമുണ്ടേശ്വരി ദേവി ക്ഷേത്രത്തിലാണ് ഉത്സവം നടന്നത്. ഈ ഉത്സവത്തിനിടെ അവിടെ ഉണ്ടായിരുന്ന യുവാക്കളും പോലീസും തമ്മിലൊരു സംഘർഷം ഉണ്ടാകുന്നു. തുടർന്ന് പോലീസ് ലാത്തി വീശുകയായിരുന്നു. ഈ ലാത്തി വീശിയതിൽ അവിടെ ഉണ്ടായിരുന്ന നിരപരാധികളായിട്ടുള്ള സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്കും, അതായത് കുട്ടികളടക്കം ഉണ്ടായിരുന്നു, ഇവർക്കും പരിക്കേറ്റതായാണ് ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത്. മുഖ്യമന്ത്രിക്കടക്കം അവിടെയുള്ള സ്ത്രീകൾ പരാതി നൽകിയിട്ടുണ്ട്. ഈ സംഘർഷവുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. പോലീസ് ലാത്തി വീശുന്നു. ആ സമീപത്തുള്ള എല്ലാവരും തന്നെ അതിൽ ഇടപെടുകയും തടയുകയും ചെയ്യുന്നുണ്ട്. എന്നാലും പോലീസ് അവിടെയുള്ള ആളുകളെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ ജില്ലാ പോലീസ് മേധാവിക്ക് അടക്കം പരാതി നൽകിയിട്ടുണ്ട്. കിളിക്കൊല്ലൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരാണ് ലാത്തി വീശിയതെന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. അതേസമയം പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം ഈ യുവാക്കളുമായുള്ള സംഘർഷത്തിനിടെ പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റു എന്നുള്ളതാണ്. തുടർന്നാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതിന്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അവിടെ ഉണ്ടായിരുന്നവരെ അറസ്റ്റ് ചെയ്തത്. അവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. അതേസമയം തന്നെ നിരപരാധികളായിട്ടുള്ളവരെ അറസ്റ്റ് ചെയ്തു എന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട്. അതായത് അവിടെയുള്ള വീടുകളിൽ രാത്രികാലങ്ങളിലൊക്കെ പോലീസ് ഉള്ളിൽ കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നതായും അതോടൊപ്പം തന്നെ ഈ കള്ളക്കേസിൽ ചിലരെ കുടുക്കിയതായും പറയുന്നുണ്ട്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കുറച്ച് യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ പരാതി അവിടെയുള്ള സ്ത്രീകളാണ് നൽകിയിട്ടുള്ളത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് അന്ന് ഈ ഒരു ലാത്തി വീശിയതിൽ പരിക്കേറ്റിട്ടുള്ളതായും അതോടൊപ്പം തന്നെ വീടുകളിൽ പോലീസ് അതിക്രമം തുടരുന്നതായും പരാതിയിൽ പറയുന്നുണ്ട്. എന്തായാലും മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവിക്ക് തുടർ നടപടികൾക്കായി കൈമാറിയിട്ടുണ്ട്. ശരി, മനോജാണ് വിവരങ്ങൾ നൽകിയത്.